ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെവൽ ട്യൂബ് ഇൻ എ ടെലസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് എ സീൽഡ് ഗ്ലാസ് ട്യൂബ് സെറ്റ് ഇൻ ഓപ്ഷൻ എ ഗ്ലാസ് ട്യൂബ്, ഓപ്ഷൻ ബി സ്റ്റീൽ ട്യൂബ്, ഓപ്ഷൻ സി കോപ്പർ ട്യൂബ് ആൻഡ് ഓപ്ഷൻ ഡി ബ്രാസ് ട്യൂബ്. ആൻസർ വരിക ഓപ്ഷൻ ഡി ബ്രാസ് ട്യൂബാണ്. അതായത് നമ്മുടെ ലെവൽ ട്യൂബ് ഉണ്ടല്ലോ, പ്ലെയിൻ ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തിയോഡലൈറ്റ് ആണെങ്കിലും ടോട്ടൽ സ്റ്റേഷൻ ആണെങ്കിലും ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ലെവലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലെവൽ ട്യൂബ് ആണ് യൂസ് ചെയ്യുക. ലെവൽ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് ലെവൽ ട്യൂബ് ഇൻ എ ടെലസ്കോപ്പ്, അതിൻ്റെ അകത്ത് കൺസിസ്റ്റ് ഓഫ് എ സീൽഡ് ഗ്ലാസ് ട്യൂബ് സെറ്റ് ഇൻ ഓപ്ഷൻ ഡി ബ്രാസ് ട്യൂബിൻ്റെ അകത്താണ് ഈ സീൽഡ് ഗ്ലാസ് ട്യൂബ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെവൽ ട്യൂബ് ഇസ് ഫിൽഡ് വിത്ത് ഓപ്ഷൻ എ ആൽക്കഹോൾ, ഓപ്ഷൻ ബി മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ, ഓപ്ഷൻ സി ഈതർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ആൻസർ വരിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. അതായത് ആ ലെവൽ ട്യൂബിൻ്റെ അകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ആ ലിക്വിഡ് എന്താണ് എന്നുള്ളതാണ്. ഒന്നുകിൽ അത് ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ ഈതർ ആവാം, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ഈതറിൻ്റെ മിക്സ്ചറും ആവാം. സോ ആൻസർ വരിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലെയിൻ ടേബിൾ ട്രവേഴ്സ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ ടു സർവേ. ഓപ്ഷൻ എ ഫോറസ്റ്റ് ഏരിയ, ഓപ്ഷൻ ബി പെർഫെക്റ്റ് ഏരിയ, ഓപ്ഷൻ സി പ്ലെയിൻ ലാൻഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ വരിക ഓപ്ഷൻ എ ഫോറസ്റ്റ് ഏരിയ ആണ്. പ്ലെയിൻ ടേബിൾ ട്രവേഴ്സിങ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോറസ്റ്റ് ഏരിയയിലൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറലി ദ പ്ലെയിൻ സർവേ കവേഴ്സ് ആൻ ഏരിയ അപ് ടു ഓപ്ഷൻ എ 260 km², ഓപ്ഷൻ ബി 360 km², ഓപ്ഷൻ സി 240 km² ആൻഡ് ഓപ്ഷൻ ഡി 300 km². ആൻസർ വരെ ഓപ്ഷൻ എ 260 km² ആണ്. അതായത് രണ്ട് ടൈപ്പ് സർവേയിങ് നമ്മൾ പറഞ്ഞു. പ്ലെയിൻ സർവേയിങ് ഉണ്ട്, എർത്തിൻ്റെ സർഫസ് ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് എന്നുള്ള കൺസിഡറേഷനിൽ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ജിയോഡറ്റിക് സർവേ, എർത്തിൻ്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലെയിൻ സർവേ ജനറലി എത്ര ഏരിയ വരെയാണ് ചെയ്യാറുള്ളതെന്നാണ്. ആൻസർ വരിക ഓപ്ഷൻ എ 260 km² വരെയാണ്. അതുവരെ പ്ലെയിൻ സർവേയും അതിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജിയോഡറ്റിക് സർവേയുമാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫീൽഡ് വർക്ക് ആൻഡ് പ്ലോട്ടിംഗ് വർക്ക് ആർ ഡൺ സൈമിൾട്ടേനിയസ്ലി ഇൻ ഓപ്ഷൻ എ ലെവലിംഗ്, ഓപ്ഷൻ ബി കോമ്പസ് സർവേയിങ്, ഓപ്ഷൻ സി ചെയിൻ സർവേയിങ്, ഓപ്ഷൻ ഡി പ്ലെയിൻ ടേബിളിംഗ്. ആൻസർ വരിക ഓപ്ഷൻ ഡി പ്ലെയിൻ ടേബിളിംഗ് ആണ്. അതായത് ഫീൽഡ് വർക്കും പ്ലോട്ടിംഗ് വർക്കും രണ്ടും ഒരുമിച്ച്, പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിന് പ്രത്യേകിച്ച് ഒരു ഓഫീസ് വർക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ട് ആംഗിൾസൊക്കെ മെഷർ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ അകത്ത് ഫീൽഡ് വർക്കും വരുന്നുണ്ട്, അല്ലാതെ പേപ്പർ വർക്കും വരുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഓഫീസ് വർക്ക് വരുന്നുണ്ട്. ടോട്ടൽ സ്റ്റേഷൻ ആണെങ്കിലും എന്ത് ഇൻസ്ട്രുമെൻറ്റ് ലെവലിംഗ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ വെക്കുന്നു, പേപ്പർ വെക്കുന്നു, അതിൻ്റെ മുകളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ഒരു ഓഫീസ് വർക്കിൻ്റെ ആവശ്യമാണ് വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദ ഫീൽഡ് വർക്ക് ആൻഡ് പ്ലോട്ടിംഗ് വർക്ക് ആർ ഡൺ സൈമിൾട്ടേനിയസ്ലി ഇൻ. ആൻസർ വരെ ഓപ്ഷൻ ഡി പ്ലെയിൻ ടേബിളിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈൻ വിച്ച് ഫിക്സസ് അപ്പ് ദ ഡിറക്ഷൻ ഓഫ് ഓൾ അതർ ലൈൻസ് ഇസ് ഓപ്ഷൻ എ ചെക്ക് ലൈൻ, ഓപ്ഷൻ ബി ബേസ് ലൈൻ, ഓപ്ഷൻ സി ടൈ ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൊറിസോണ്ടൽ ലൈൻ. ആൻസർ വരെ ഓപ്ഷൻ ബി ബേസ് ലൈൻ ആണ്. അതായത് മറ്റ് എല്ലാം നമ്മളിപ്പം ട്രയാങ്കുലേഷൻ വഴി ചെയിൻ സർവേയിങ്ങിൽ ട്രയാങ്കുലേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ട്രയാങ്കുലേഷൻ വഴി നമ്മളൊരു ഏരിയയെ ഡിവൈഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ AC എന്ന് പറയുന്നതാണ് ലോങ്ങസ്റ്റ് ലൈൻ. അപ്പോൾ ഈ ലോങ്ങസ്റ്റ് ലൈനാണ് ബാക്കി എല്ലാ ലൈനുകളെയും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന ലോങ്ങസ്റ്റ് ലൈനിനെ വിളിക്കുന്ന പേര് ബേസ് ലൈനാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ബേസ് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ ബി ബേസ് ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അക്സസറി ഓഫ് പ്ലെയിൻ ടേബിൾ യൂസ്ഡ് ഫോർ സെൻറ്ററിങ് ഇസ് ഓപ്ഷൻ എ യു ഫ്രെയിം,
ഓപ്ഷൻ ബി ട്രഫ് കോമ്പസ്, ഓപ്ഷൻ സി എലിഡേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സ്പിരിറ്റ് ലെവൽ. ആൻസർ വരെ ഓപ്ഷൻ എ യു ഫ്രെയിം ആണ്. ഓക്കെ, അപ്പോൾ യു ഫ്രെയിം യൂസ് ചെയ്ത് ക്വസ്റ്റൻ ഇതായിരുന്നു, നമ്മൾ സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സെൻറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിലെ ഒരു പോയിന്റിൽ പ്ലെയിൻ ടേബിളിലെ പേപ്പറിലേക്ക് മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് സെൻറ്റർ. സോ സെൻറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏത് അക്സസറി ആണ് എന്നുള്ളതാണ്. പ്ലെയിൻ ടേബിൾ ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ അക്സസറീസ് ഉണ്ട്, യു ഫ്രെയിം, എൽഇഡിയുടെ, പ്ലം ബോബ്, ഒത്തിരി ഉണ്ട്. അപ്പം കോമ്പസ്. അപ്പം ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അക്സസറി ഏതാണെന്നാണ്. ആൻസർ വരിക യു ഫ്രെയിമാണ്. റഫ് കോമ്പസ് എന്താണ്? നോർത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എലിഡേറ്റ് എന്തിനാണ്? സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പിരിറ്റ് ലെവൽ എന്താണ്? ആ ലെവലിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ യു ഫ്രെയിമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് റാപ്പിഡ് മെത്തേഡ്സ് ഓഫ് സർവേയിങ് ഇസ് ഓപ്ഷൻ എ ചെയിൻ സർവേയിങ്, ഓപ്ഷൻ ബി പ്ലെയിൻ ടേബിൾ സർവേയിങ്, ഓപ്ഷൻ സി കോമ്പസ് സർവേയിങ് ആൻഡ് ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്ലെയിൻ ടേബിൾ സർവേയിങ് ആണ്. ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫീൽഡ് വർക്ക്, ഓഫീസ് വർക്ക്, അങ്ങനെ വലിയ ഓഫീസ് വർക്ക്, വലിയ ടീഡിയസ് ആയിട്ടുള്ള ഓഫീസ് വർക്ക് വരുന്നില്ല പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതും പ്ലെയിൻ ടേബിൾ സർവേയിങ് തന്നെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയിന്റ് ഓൺ പേപ്പർ റെപ്രസെൻറ്റിംഗ് ദ സ്റ്റേഷൻ ബീയിങ് ഓക്യുപ്പൈഡ് ഷുഡ് ബി വെർട്ടിക്കലി ഓവർ ദ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ദ ഓപ്പറേഷൻ ഇസ് നോൺ ആസ് ദി. ഓപ്ഷൻ എ ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ ബി ലെവലിംഗ്, ഓപ്ഷൻ സി സെൻറ്ററിങ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ വരെ ഓപ്ഷൻ സി സെൻറ്ററിങ് ആണ്. അതായത് ഗ്രൗണ്ടിലെ ഒരു പോയിൻറ്റിനെ പ്ലെയിൻ ടേബിളിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഏതായിരുന്നു? യു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ വരെ ഓപ്ഷൻ സി സെൻറ്ററിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടേക്കിംഗ് ഫ്ലൈയിങ് ലെവൽ ഇസ് ഓപ്ഷൻ എ ചെക്ക് ലെവലിംഗ്, ഓപ്ഷൻ ബി ബാരോമെട്രിക് ലെവലിംഗ്, ഓപ്ഷൻ സി പ്രൊഫൈൽ ലെവലിംഗ്, ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ലെവലിംഗ്. ആൻസർ വരെ ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ ലെവലിംഗ് ആണ്. അതായത് ഇപ്പോൾ 2 പോയിൻ്റ് ഉണ്ട്, എ ബി. ഇത് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറേ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാം ലെവൽ ഡിഫറൻസുകൾ നോക്കി ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ബി എന്ന് പറയുന്ന പോയിൻറ്റിലെ ലെവൽ കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിഫറൻഷ്യൽ ലെവൽ എന്ന് പറയാറുണ്ടത്. ഇതിൻ്റെ തന്നെ കോമ്പൗണ്ട് ലെവൽ, ലിങ്ക്, ദെൻ ഫ്ലൈയിങ് ലെവലിംഗ്, കണ്ടിന്യൂസ് ലെവലിംഗ്, അങ്ങനെയൊക്കെ മറ്റ് പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഇനി ചെക്ക് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഏരിയയിൽ ലെവലിംഗ് ചെയ്തു, ഒരു ലാൻഡിൽ ലെവലിംഗ് ചെയ്ത് കുറച്ച് പോയിൻറ്റ്സിൻ്റെയൊക്കെ ലെവൽ നമ്മൾ ഫിക്സ് ആക്കി വെച്ചു. അപ്പോൾ അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ചെക്ക് ലെവലിംഗ് എന്ന് പറയുന്നത്. ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വെച്ചിട്ട് പല ഓൾട്ടിറ്റ്യൂഡിലെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ വെച്ചിട്ട് അത് എത്ര ഓൾട്ടിറ്റ്യൂഡാണ് എന്ന് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ബാരോമെട്രിക് ലെവലിംഗിൽ നടത്തുന്നത്. നെക്സ്റ്റ് പ്രൊഫൈൽ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് പ്രൊഫൈൽ ലെവലിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഒരു സെൻറ്റർ ലൈൻ ഉണ്ടായിരിക്കും, ആ സെൻറ്റർ ലൈനിലെല്ലാം നമ്മൾ ലെവലിംഗ് ചെയ്തു പോകുന്നതിനെയാണ് പ്രൊഫൈൽ ലെവലിംഗ് എന്ന് പറയുന്നത്. പ്രൊഫൈൽ ലെവലിംഗും ഉണ്ട്, ക്രോസ് സെക്ഷനിങ്ങും ഉണ്ട്. ക്രോസ് സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ അതിന് ആ സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലെവൽ എടുക്കുമ്പോൾ അതിനെ ക്രോസ് സെക്ഷനിങ് എന്ന് വിളിക്കും. എലോങ് ദാറ്റ് ചെയിൻ ലൈൻ നമ്മൾ ലെവൽ എടുക്കുമ്പോൾ പ്രൊഫൈൽ ലെവലിംഗ് എന്ന് വിളിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A road provided in a town is called option A street, option B trunk road, option C country road, option D carriage. ആൻസർ വരിക ഓപ്ഷൻ എ സ്ട്രീറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടൗണിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ള റോഡ് എന്താണെന്നാണ്. അത് സ്ട്രീറ്റ് ആണ്. ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് റോഡ്സാണ് ട്രങ്ക് റോഡ്. ഓക്കെ, അപ്പം സ്ട്രീറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോഡ് കണക്റ്റിംഗ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ്. ഓപ്ഷൻ എ എക്സ്പ്രസ് വേ, ഓപ്ഷൻ ബി നാഷണൽ ഹൈവേ, ഓപ്ഷൻ സി എക്സ്പ്രസ് ഹൈവേ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഹൈവേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നാഷണൽ ഹൈവേ ആണ്. സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ കണക്ട് ചെയ്യാനും പിന്നെ ഒരു സ്റ്റേറ്റും അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേറ്റും തമ്മിൽ കണക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ ഹൈവേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
എക്സ്പ്രസ് വേസ് എന്ന് പറയുമ്പോഴത്തേനും വളരെ സുപ്പീരിയർ ആയിട്ടുള്ള വെഹിക്കിൾസിന് പോകാൻ വേണ്ടി, അതായത് ഹൈ സ്പീഡ് വെഹിക്കിൾസിന് പോകാൻ വേണ്ടിയിട്ട് ആണ് എക്സ്പ്രസ് വേസ് യൂസ് ചെയ്യുന്നത്. അതിലേക്കുള്ള എൻട്രിയും എക്സിറ്റും ലിമിറ്റഡ് ആയിരിക്കും. വളരെ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനാണ് എക്സ്പ്രസ് വേയിൽ പ്രവേശനമുള്ളത്. ഇനി സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയിൽ പോകാൻ വേണ്ടിയിട്ട്, ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടും ടൗണിലും വില്ലേജിലും ഒക്കെ ഉള്ളതൊക്കെയാണ് സ്റ്റേറ്റ് ഹൈവേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റോഡ് കണക്റ്റിംഗ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേസ് ആണ്. പിന്നെ ഒരു സ്റ്റേറ്റും അതിൻ്റെ നിയർ ബൈ കൺട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്നതും നാഷണൽ ഹൈവേസ് തന്നെയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ റോഡ് ഇസ് കോൾഡ്. ആൻസർ എ റോഡ് സർഫസ്. ആൻസർ ബി, ഓപ്ഷൻ ബി വിയറിംഗ് കോഴ്സ്, ഓപ്ഷൻ സി വിയറിംഗ് ലെയർ, ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ്. ആൻസർ വരെ ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ് ആണ്. റോഡിൻ്റെ നമ്മൾ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ വരുന്ന സബ് ഗ്രേഡ് ആയിരിക്കും, സബ് ബേസ് ആയിരിക്കും, പിന്നെ ബേസ് ആയിരിക്കും, സർഫസ് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സർഫസ് കോഴ്സിനെ തന്നെ നമുക്ക് വിയറിംഗ് കോഴ്സ് എന്നോ റോഡ് സർഫസ് എന്നോ വിയറിംഗ് ലെയർ എന്നോ ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരാം സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് മൂന്നിൻ്റെ അകത്തും ഏത് പേര് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആൻസർ വരാം ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റോഡ് കണക്റ്റിംഗ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഇസ് കോൾഡ്. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് റോഡ്, ഓപ്ഷൻ ബി നാഷണൽ ഹൈവേ, ഓപ്ഷൻ സി ബൈപ്പാസ് റോഡ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഹൈവേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ഹൈവേ ആണ്. ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വരുന്ന റോഡുകളൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറയാം. അപ്പം ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ സ്റ്റേറ്റ് ഹൈവേസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോട്ടം മോസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് എ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ഇസ്. ആൻസർ വരെ ഓപ്ഷൻ എ സബ് ഗ്രേഡ്, ഓപ്ഷൻ ബി ബേസ്, ഓപ്ഷൻ സി ബിയറിംഗ് കോഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ്. ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ഏറ്റവും താഴത്തെ കോഴ്സ് ഏതാണ്, കമ്പോണൻറ്റ് എന്താണെന്നാണ്. ആൻസർ വരിക സബ് ഗ്രേഡ് ആണ്. ഓക്കെ, ഏറ്റവും താഴെ സബ് ഗ്രേഡ് വരും. ഓക്കെ, ഏറ്റവും താഴെ വരുന്നതാണ് സബ് ഗ്രേഡ്, പിന്നെ സബ് ബേസ്, പിന്നെ ബേസ് ആൻഡ് സർഫസ് കോഴ്സസ് വരും. സോ ഇവിടെ ആൻസർ വരിക ബോട്ടം മോസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സബ് ഗ്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The slope of the line joining the crown and edge of a road surface is called. Option A camber, option B crossfall, option C cross slope and option D any of this. ആൻസർ വരിക ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ് ആണ്. അതായത് ഒരു റോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നടുക്കത്തെ ഏറ്റവും ടോപ്പ് പോർഷനെയാണ് ക്രൗൺ എന്ന് പറയാം. അപ്പോൾ ഈ ക്രൗണിനെയും റോഡിൻ്റെ എഡ്ജ് ഓഫ് ദ റോഡ് സർഫസുമായിട്ടുള്ള ആ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്നത് ക്രോസ് സ്ലോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ക്രോസ് സ്ലോപ്പ് എന്നോ ക്രോസ് ഫോൾ എന്നോ കേപ്പറെന്നോ ഒക്കെ വിളിക്കും. അപ്പം ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി എനി ഓഫ് ദീസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി ക്രോസ് സ്ലോപ്പ് തന്നെ പല ഷേപ്പിൽ വരാം. സ്ട്രെയിറ്റ് ലൈൻ കേമ്പറുണ്ട്, പാരബോളിക് കേമ്പറുണ്ട്, കോമ്പിനേഷനുണ്ട്. പിന്നെ ഓരോ സർഫസ് ടൈപ്പിനനുസരിച്ച് ഇത് മാറാറുണ്ട്. കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റുമിനസിൻ്റെ കേസിൽ ഒരു നമ്മൾ മെയിനായിട്ട് പെർസെൻറ്റേജിലാണത് പറയുന്നത്. പെർസെൻറ്റേജിൽ ഇപ്പം സർഫസ് ടൈപ്പ് കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് ആണെങ്കിൽ ഹെവി റെയിൻഫോളിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടും ലൈറ്റ് റെയിൻഫോളിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടും ആ ക്രോസ് സ്ലോപ്പ് വ്യത്യാസം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി എനി ഓഫ് ദിസ് ആണ്. ക്രോസ് സ്ലോപ്പിനെ തന്നെയാണ് ക്രോസ് വാളിനും കേപ്പറിനും ഒക്കെ പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഗ്രേഡിയൻറ്റ് അലോങ് വിച്ച് വെഹിക്കിൾ ഡസ് നോട്ട് റിക്വയർ എനി ട്രാക്റ്റീവ് എഫേർട്ട് ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് സ്പീഡ് ഇസ് നോൺ എസ്. ഓപ്ഷൻ എ റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ഓപ്ഷൻ ബി പുഷിംഗ് ഗ്രേഡിയൻറ്റ്, ഓപ്ഷൻ സി മിനിമം ഗ്രേഡിയൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻറ്റ്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻ്റ് ആണ്. ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു കോമ്പിനേഷൻ ഓഫ് റൈസ് ആൻഡ് ഫോൾ എന്ന് പറയാം. അപ്പോൾ അവിടെ അധികം എഫേർട്ട് വരില്ല. വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേനും ഒരു ഗ്രേഡിയൻ്റ് ഒരു പൊക്കത്തിൽ കയറിയിട്ട് വീണ്ടും ഇറങ്ങി വീണ്ടും പൊങ്ങി കയറി ആ ഒരു ടൈപ്പായിരിക്കും
അങ്ങനെയാണ് റോഡ് ഡിസൈൻ ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് അധികം ട്രാക്റ്റീവ് എഫേർട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇനി റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാക്സിമം ഗ്രേഡിയൻറ്റ് പ്രൊവൈഡഡ് ഫോർ ഈസി മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിളിനെയാണ് നമ്മൾ റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പുഷിംഗ് ഗ്രേഡിയൻറ്റ് വരുന്നത് റെയിൽവേയിലാണ്. പുഷിംഗ് ഗ്രേഡിയൻറ്റ് വരുന്നത് അതായത് ഒരു ലോക്കോമോട്ടീവ് മൂവ് ചെയ്യുമ്പോഴത്തേനും അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വേറൊരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്ത് കൊടുക്കുന്നത് പുഷിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയാം. നെക്സ്റ്റ് മിനിമം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു മിനിമം ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, അത് 1/200 ആണ് ഫോർ കോൺക്രീറ്റ് ഡ്രെയിൻസ്. എന്ന് വെച്ചാൽ 0.5% ഒക്കെയാണ് നമ്മൾ സാധാരണ മിനിമം ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻറ്റ് അലോങ് വിച്ച് ദ വെഹിക്കിൾ ഡസ് നോട്ട് റിക്വയർ എനി ട്രാക്റ്റീവ് എഫേർട്ട്. അപ്പം ആൻസർ വരിക ഓപ്ഷൻ ഡി ഫ്ലോട്ടിംഗ് ഗ്രേഡിയൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് എ കേംബർ ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ഈസ് ടു. ആൻസർ എ ദ റോഡ് സർഫസ് ഇംപെർവിയസ്, ടു മേക്ക് ദ റോഡ് സർഫസ് ഇംപെർവിയസ്. ഓപ്ഷൻ ബി to make the road surface durable. Option C, to drain off rainwater quickly. And option D, all of this. ആൻസർ വരെ ഓപ്ഷൻ സി മെയിൻ ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന 2 ഓപ്ഷനും ഇതിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ്. പക്ഷേ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെയിൻ വാട്ടർ ക്യുക്കായിട്ട് ഡ്രെയിൻ ഓഫ് ചെയ്ത് പോകാനാണ് ആ ഒരു ക്രോസ് ലോപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് നെക്സ്റ്റ് ദിവസം നമുക്ക് കാണാം. ഓക്കെ, അതുവരെ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.